ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ചെമ്മീൻ വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടൊരു റെസിപ്പിയാണ്. നമ്മളെ വീട്ടിലെപ്പോഴും ഉണ്ടാവുന്ന ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. നമുക്കിങ്ങനെ ഗസ്റ്റൊക്കെ വന്നാലൊക്കെ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഒരു 8-9 വെളുത്തുള്ളി, പിന്നെ അതുപോലെ തന്നെ ഒരു 2 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി ചെറിയ കഷ്ണമാക്കിയിട്ടുള്ളത്, പിന്നെ അതുപോലെ ഒരു 3 പച്ചമുളക്. അപ്പോൾ ഇത്രയും ചേർത്തിട്ട് നമ്മൾ ആദ്യം ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ്. ജസ്റ്റ് പ്രസ് ബട്ടൺ വെച്ചിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് അരച്ചെടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു അരപ്പ് നമ്മളവിടെ മാറ്റി വെക്കാൻ കേട്ടോ. പിന്നെ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ചെമ്മീനാണ്. നന്നായിട്ട് ക്ലീൻ ചെയ്ത് വാഷ് ചെയ്തൊക്കെ എടുത്തിട്ടുള്ളതാണ്. ഇനി നമ്മൾ ഇതിലേക്ക് 1 ടീസ്പൂൺ സോൾട്ട്, 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ അതുപോലെ തന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് പുളിയാണ്, ടാമറിൻ്റ് ആണ്. അപ്പോൾ ഇതൊരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി എടുത്ത് നന്നായിട്ട് ഞാനൊന്ന് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്നിട്ട് അതിൽ നിന്നൊരു 2 ടേബിൾ സ്പൂൺ നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ചില്ലി ഗാർലിക് പേസ്റ്റിൻ്റെ ഒരു പകുതി എടുത്തിട്ട് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. എല്ലാ ഭാഗത്തേക്കും ആ ഒരു അരപ്പൊക്കെ ഒന്ന് ആക്കിയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് ചെറുനാരങ്ങ നീരാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ മിക്സ് ചെയ്യേണ്ടത്. അപ്പോൾ അത് ഞാൻ മറന്നുപോയി. പിന്നീടപ്പോൾ ഒന്നും കൂടെ ഒരു ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീരും കൂടെ ചേർത്തിട്ട് നമ്മളതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ നമ്മളൊരു 15 മുതൽ ഒരു 20 മിനിറ്റ് വരെ ഒന്നിങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെക്കുക കേട്ടോ. ആ ഒരു സമയത്തേക്ക് നമുക്ക് ഇതിലേക്ക് വേണ്ട മസാല ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അടി കട്ടി ഉള്ളൊരു പാൻ എടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു വെളിച്ചെണ്ണ ചൂടാൻ ശേഷം ഞാൻ ഇതിലേക്കൊരു 5-6 വെളുത്തുള്ളി തൊലി കളയാതെ ഇതുപോലെ മുഴുവനായിട്ടൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ആ ഒരു എണ്ണയിൽ നമ്മൾ നന്നായിട്ടൊന്ന് അത് സോട്ട് ചെയ്തെടുക്കുക, ഒരു ചെറിയൊരു ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നവരെ. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു 1/2 കപ്പ് ചെറിയ ഉള്ളിയാണ് നമ്മൾ അരിഞ്ഞത് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ചെറിയ ഉള്ളി ഇല്ലയെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, 2 സവാള ചേർത്ത് കൊടുത്താലും മതി. ചെറുതായിട്ട് അരിഞ്ഞിട്ടൊന്ന് ചേർത്തിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുകയാണ്. ഒരു ഗോൾഡൻ കളർ ബ്രൗൺ ആവുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. ഇപ്പം നമ്മളെ സവാളയൊക്കെ നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ചില്ലി ഗാർലിക് പേസ്റ്റ് മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ നന്നായിട്ട് കുറച്ച് സമയം ഒന്ന് വഴറ്റി കൊടുക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഒരു പച്ചമണമൊക്കെ മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മളൊരു 2 ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ, 1 ടേബിൾ സ്പൂൺ കൊറിയാണ്ടർ പൗഡർ, പിന്നെ അതുപോലെ തന്നെ ഒരു 2 ടീസ്പൂൺ ഗരം മസാല. അപ്പോൾ ഇത് 3 നമ്മൾ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുകയാണ്. ആ ഒരു മുളക് പൊടിയുടെയും ഒക്കെ പച്ചമണമൊക്കെ മാറുന്നവരെ നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഈ ഒരു സമയത്ത് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കട്ടെ, അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു പൊടിയൊക്കെ കരിഞ്ഞിട്ട് അതിൻ്റെ ഒരു ടേസ്റ്റൊക്കെ മാറും. ഇപ്പം നമ്മൾ മസാല നന്നായിട്ട് വഴറ്റിയിട്ട് ആ ഒരു എണ്ണയൊക്കെ ഒന്ന് ഇങ്ങനെ തെളിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ചെമ്മീനാണ് ചേർത്ത് കൊടുക്കുന്നത്. മുഴുവനായിട്ട് അതിൻ്റെ ഒരു അരപ്പടക്കം ഇങ്ങനെ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഈ ഒരു അരപ്പൊക്കെ ചെമ്മീൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളിതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കുകയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ഫ്ലെയിം നമ്മൾ നന്നായിട്ടൊന്ന് കുറച്ച് വെക്കുക കേട്ടോ. അപ്പോൾ അടച്ച് വെക്കുന്ന സമയത്ത് അതിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് ആ ഒരു ചെമ്മീൻ നന്നായിട്ടൊന്ന് കുക്കായിട്ട് കിട്ടും. നമ്മളിതിൽ വെള്ളമൊന്നും ചേർക്കാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. എന്നിട്ട് നമ്മൾ കുറച്ച് സമയം കൂടെ ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 3-4 മിനിറ്റ് ആയിട്ട് അപ്പോൾ നമ്മൾ ചെമ്മീനൊക്കെ ഏകദേശം ഒന്ന് കുക്കായിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ടേസ്റ്റ് നോക്കിയപ്പം ഉപ്പ് കുറച്ച് കുറവായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ കൂടി ഞാൻ ആ ഒരു പുളിയുടെ വെള്ളം ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ചും കൂടെ ഒരു പുളിയുടെ കുറവുണ്ടായിരുന്നു. അപ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അതും കൂടെ ചേർത്ത് ഞാൻ കുറച്ച് സമയം കൂടെ ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. നമ്മളിതിലേക്ക് പുളി ചേർത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് കുറച്ച് കട്ടിയുള്ള ഒരു പേസ്റ്റ് രൂപത്തിലായിരുന്നെങ്കിൽ 2 ടേബിൾ സ്പൂൺ തന്നെ മതി കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് ലൂസായിട്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ 1 ടേബിൾ സ്പൂൺ കൂടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടെ ചേർത്ത് നമ്മൾ കുറച്ച് സമയം ഒന്ന് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. ഒന്ന് അടച്ച് വെച്ചിട്ടൊന്ന് ഒരു 2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ഇപ്പം നമ്മളെ ചെമ്മീനൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു 5 മിനിറ്റാണ് ഇപ്പോൾ കുക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഒരുപാട് സമയം കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചെമ്മീൻ ഒരു റബ്ബർ പോലെ ആവും കേട്ടോ, ഭയങ്കര ഒരു ഉറപ്പായിട്ട് പോകും. അപ്പോൾ നമ്മൾ കറക്റ്റ് ഒരു 5 മിനിറ്റ്, ഒരു 6 മിനിറ്റ് ഒക്കെ ആക്കുമ്പോൾ തന്നെ കറക്റ്റ് ഒരു ചെമ്മീനൊന്ന് കുക്കായിട്ട് കിട്ടിക്കോളും. അപ്പം ഞാൻ കുറച്ച് ഫ്രഷ് ആയിട്ടുള്ളൊരു മല്ലിയിലയും കൂടെ ഒന്നിങ്ങനെ അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ വളരെ ടേസ്റ്റിയും ഈസി ആയിട്ടുള്ള ഒരു ചെമ്മീൻ തവ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്. നമ്മൾ ആ ഒരു ഗാർലിക്കൊക്കെ ഇങ്ങനെ ആദ്യം ആ ഒരു എണ്ണയിലൊക്കെ മൂപ്പിച്ചുകൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. നല്ലൊരു പുളിപ്പൊക്കെ ആയിട്ട്, ഒരുപാട് പുളിപ്പില്ല, നല്ലൊരു പാകത്തിനുള്ള പുളിപ്പൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി എരിവ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതൊരു പാകത്തിനുള്ള എരിവാണ് ഞാൻ ആക്കിയിട്ടുള്ളത്. ഇനി നമുക്കിത് ചൂടോടുകൂടി തന്നെ അത് സെർവ് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കാശ്മീരി ചില്ലി പൗഡർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തന്നെ യൂസ് ചെയ്യുക. അപ്പോൾ നല്ലൊരു കളറൊക്കെ കിട്ടും. അപ്പോൾ എൻ്റെ കയ്യിൽ കാശ്മീരി ചില്ലി പൗഡർ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്തിട്ടുള്ളത്.
അപ്പോൾ നമ്മളുടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചെമ്മീൻ തവ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റുള്ള തന്നെയാണ് കേട്ടോ. നമുക്ക് അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും അതുപോലെ നെയ്ച്ചോറിൻ്റെയും പൊറോട്ടൻ്റെ കൂടെയൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ളൊരു കോമ്പിനേഷൻ തന്നെയാണ്. ഞാനിത് അധികം ഗ്രേവി ഇല്ലാത്തൊരു കൺസിസ്റ്റൻസിയിലാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് തിളച്ച വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്നിങ്ങനെ മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. നമ്മൾ വീട്ടിൽ ഫംഗ്ഷനൊക്കെ ഉണ്ടാകുന്ന സമയത്തൊക്കെ നമുക്കൊരു വെറൈറ്റി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അതുപോലെ ഇവിടെ വന്നിട്ടുള്ളവർ ആരെങ്കിലും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ്